ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൂസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പൈനാപ്പിൾ ജാം ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് പാൻ വെച്ചു കൊടുക്കാം. അതിലേക്ക് 1 കപ്പ് പൈനാപ്പിളിന്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. നമ്മളിവിടെ 1 കപ്പ് പൈനാപ്പിളിൽ വെച്ചിട്ടാണ് ജാം ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് 1 പീസ് കറുകപ്പട്ട ഇട്ട് കൊടുക്കാം. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കറുകപ്പട്ട യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് നന്നായിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് പൈനാപ്പിൾ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. പൈനാപ്പിൾ കുക്ക് ചെയ്യുമ്പോൾ നന്നായിട്ട് കുക്ക് ചെയ്യണം, ഇല്ലെങ്കിൽ നമ്മുടെ ജാം പെട്ടെന്ന് തന്നെ പൂത്തുപോകും. പൂപ്പൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് പൈനാപ്പിളിലെ എല്ലാ ജലാംശവും പോകുന്നത് വരെ നന്നായിട്ട് അത് കുക്ക് ചെയ്തെടുക്കണം. എല്ലാ കൂട്ടുകാരും എൻ്റെ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണേ. യാതൊരു തരത്തിലുള്ള പ്രിസർവേറ്റീവ്സും ചേർക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല പൈനാപ്പിൾ ജാമാണ് ഇവിടെ ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരുന്നത്. നമ്മുടെ കുഞ്ഞു മക്കൾക്ക് സ്കൂളിൽ ടിഫിനിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു അടിപൊളി ജാമിന്റെ റെസിപ്പിയാണിത്. അപ്പൊ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്ക് കൊടുത്തയക്കും വേണം. ഇതിൽ പട്ടയുടെ പീസ് ചേർത്തേക്കുന്നത് വേറൊന്നിനല്ല, ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കറുകപ്പട്ടയുടെ പീസ് ചേർത്തിട്ടുള്ളത്. ഇപ്പൊ നമ്മുടെ പൈനാപ്പിൾ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലത്തെ ജലാംശം കൂടി പോവാൻ വേണ്ടി കുറച്ചു നേരം കൂടി നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് വറ്റിച്ചെടുക്കാം. സൈഡിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നതൊക്കെ ഒതുക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ, അല്ലെങ്കിൽ ആ സൈഡൊക്കെ കരിഞ്ഞു പോകും. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം. ഇനി നമ്മൾ പഞ്ചസാരയാണ് ആഡ് ചെയ്യുന്നത്. എത്ര കപ്പാണോ നമ്മൾ ജ്യൂസ് എടുത്തേക്കണേ അത്രയും കപ്പ് തന്നെ പഞ്ചസാരയും ആഡ് ചെയ്യണം. ഇവിടെ ഞാൻ 1 കപ്പ് ജ്യൂസ് ആണ് എടുത്തത്, അതുകൊണ്ട് 1 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തത്. ഇനി നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം. സൈഡിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടാവും, അതൊക്കെ നമ്മൾ സ്പാച്ചില യൂസ് ചെയ്ത് നന്നായിട്ട് തട്ടിയെടുക്കണം. കുറച്ചു നേരം കഴിയുമ്പോൾ നന്നായിട്ട് പൈനാപ്പിള് പഞ്ചസാരയും കൂടി മിക്സായി ലൂസ് ആവണ പോലെ നമുക്ക് തോന്നും. ഇത് കണ്ടില്ലേ, ഇത്ര നേരം പൈനാപ്പിൾ നല്ല കട്ടിയിലാണ് ഇരുന്നായിരുന്നത്. ഇപ്പതേ പഞ്ചസാര ചേർത്തപ്പോ പഞ്ചസാര അലിഞ്ഞൊടുങ്ങിയപ്പോ നന്നായിട്ട് ലൂസായി തുടങ്ങി. ഇനി പഞ്ചസാര നന്നായിട്ട് അലിയണ വരെ നമുക്ക് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 20 മിനിറ്റ് മാത്രം മതി നമ്മുടെ ഈ പൈനാപ്പിൾ ജാം ഉണ്ടാക്കാൻ. 20 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ ജാം നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ടാവും. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലാ സൈഡും നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. നമ്മുടെ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ആരും മറക്കല്ലേ. ഓരോരുത്തരും ചെയ്യുന്ന കമന്റും സബ്സ്ക്രൈബും ഒക്കെ കാണുമ്പോഴാണ് ഞങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസ് ഇടാനുള്ള പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, കമന്റ് ചെയ്യണേ. ഇപ്പൊ നമ്മുടെ ജാം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതി നീര് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പഞ്ചസാര ക്രിസ്റ്റൽ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെറുനാരങ്ങ നീര് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആരും മറക്കാതെ തന്നെ ചെറുനാരങ്ങ നീര് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കണം. ചെറുനാരങ്ങ നീര് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് 2 മണിക്കൂർ നേരം തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. നമ്മൾ ആദ്യം ഇട്ട കറുകപ്പട്ടയുടെ പീസ് ഇപ്പൊ നമുക്ക് എടുത്ത് മാറ്റാം. ഇനി നമുക്ക് കറുകപ്പട്ട ഈ ജാമിൽ ഇടേണ്ട ആവശ്യമില്ല. അത്യാവശ്യം ഫ്ലേവറൊക്കെ കറുകപ്പട്ടയുടെ ജാമിൽ ഇപ്പൊ വന്നിട്ടുണ്ടാവും. അപ്പൊ ഇനി നന്നായിട്ട് തണുക്കാനായിട്ട് വെക്കാം. നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ ഇതുപോലെയാവും നമ്മുടെ ജാം. കറക്റ്റ് ടെക്സ്ചറിൽ നമുക്ക് ഇവിടെ ജാം കിട്ടിയിട്ടുണ്ട്.
കടയിൽ നിന്ന് മേടിക്കുന്ന അതേപോലത്തെ ജാം തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. നല്ല സ്മെല്ലും ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മുടെ ജാമിന്. അപ്പൊ നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഈർപ്പമില്ലാത്ത ബൗളിലാക്കി അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജാം കുറച്ച് ദിവസം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. കണ്ടില്ലേ, എല്ലാവർക്കും ഇഷ്ടായോ ഈ പൈനാപ്പിൾ ജാം? ഇഷ്ടായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാ കൂട്ടുകാരും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്യണേ. അച്ചുമോള് ട്രൈ ചെയ്തിട്ട് അച്ചുമോൾക്ക് ഒരുപാട് ഇഷ്ടായി. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.